പാഞ്ഞെടുക്കുന്ന ചെന്നായ്ക്കൂട്ടത്തെ കണ്ട ഗ്രെഗ് ഹഡ്സൺ പക്ഷെ ഒട്ടും പതറിയില്ല. അതിനു പകരം പീറ്റർ പാർക്കറോടൊപ്പം അവയെ നേരിടാൻ തയ്യാറെടുത്തു. അവ നമ്മെ വളയാൻ 2-3 മിനിറ്റെങ്കിലും വേണ്ടിവരും. ആ സമയം കൊണ്ട് നമുക്ക് ഈ മരച്ചില്ലകൾ ഒടിച്ചെടുത്ത് ആ കാണുന്ന പാറക്കെട്ടിൽ കയറി നിൽക്കാം. സാമാന്യം വലിയൊരു മരച്ചില്ല ഒടിച്ചെടുക്കുന്നതിനിടയിൽ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, ചങ്ങാതി, തോക്കല്ലേ ഉപയോഗിക്കേണ്ടത്, വെടിവെച്ച് തകർക്കണവേ. പീറ്റർ പാർക്കർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഗ്രെഗ് ചിരിച്ചു. ഹഹ, അവ 10-200 എണ്ണമുണ്ട്. എത്ര എണ്ണത്തിനെ വെടിവെക്കാൻ കഴിയും? തിര തീർന്ന തോക്കുകൊണ്ട് ആർക്കെന്ത് ഗുണം? വെടിയുണ്ടകൾ പാഴാക്കരുത്. നമുക്കൊരു പക്ഷേ ഇതിലും വലിയ ശത്രുക്കളെ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ ഇതിലും അപകടകരമായ സാഹചര്യം വരും. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് പീറ്റർ പാർക്കർക്കും തോന്നി. അയാളും വേഗം നല്ലൊരു മരച്ചില്ല ഒടിച്ചെടുത്ത് കരുതലോടെ നിലകൊണ്ടു. വെടിയുണ്ടകൾ പാഴാക്കരുതല്ലോ. അവർ ഒന്നിച്ച് ഉയരമുള്ള ഒരു പാറക്കെട്ടിൽ കയറി. അപ്പോഴേക്കും ചെന്നായ്ക്കൂട്ടത്തിൻ്റെ വികൃത ശബ്ദങ്ങളും കിതപ്പും മുരൾച്ചയും അവർക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ മങ്ങിയ നിലാവിൽ മൂടൽമഞ്ഞിലൂടെ അവ്യക്തമാണെങ്കിലും അവർക്ക് ചെന്നായ്ക്കൂട്ടത്തെ കാണാം. അവയിൽ ഓരോന്നിൻ്റെയും ഭാവം ഭയം ജനിപ്പിക്കുന്നതും മുഖം ക്രൂരവുമായിരുന്നു. നീണ്ട നാവുകൾ നരകത്തിലേക്കുള്ള പാത പോലെയും തിളങ്ങുന്ന കൂർത്ത പല്ലുകൾ ചെകുത്താൻ്റെ ആയുധങ്ങൾ പോലെയും കാണപ്പെട്ടു. ഇപ്പോൾ ചെന്നായ്ക്കൾ അവരെ വ്യക്തമായി കണ്ടുകഴിഞ്ഞു. കൊതിയും ക്രൂരതയും നിറഞ്ഞ അനേകം കണ്ണുകളിൽ അവരുടെ രൂപം പ്രതിഫലിച്ചു. അടുത്ത നിമിഷം ചെന്നായ്ക്കൾ 2 അവരുടെ നേർക്ക് കുതിച്ചു ചാടി. നിലത്തു നിന്നുയർന്ന അവ ചിറകില്ലാതെ പറക്കുന്ന വിചിത്ര രൂപമുള്ള പക്ഷികളെപ്പോലെ തോന്നിച്ചു. ഇതാ പിടിച്ചോളൂ, ഠേ! ഒട്ടും പതറാതെ ഗ്രെഗ് ഹഡ്സൺ തൻ്റെ വടി ആഞ്ഞു വീശി. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയേറ്റ് കുതിച്ചു ചാടിയ ചെന്നായുടെ മുഖം ഒരു വശത്തേക്ക് തിരിഞ്ഞുപോയി. ഹ്രൂ എന്നൊരു വികൃതമായ നിലവിളിയോടെ അത് അവർ നിന്ന പാറക്കെട്ടിൽ വീണ് താഴേക്കുരുണ്ടു. അപ്പോഴേക്കും പീറ്റർ പാർക്കർ മറ്റൊന്നിനെ അടിച്ചു വീഴ്ത്തിക്കഴിഞ്ഞിരുന്നു. അരനിമിഷത്തിനുള്ളിൽ 2 പകരം 4 ചെന്നായ്ക്കൾ അവരെ ആക്രമിച്ചു. ഉയർന്ന സ്ഥലത്ത് നിന്നില്ലായിരുന്നെങ്കിൽ ഇതിനുള്ളിൽ അവ കൂട്ടമായി അവരെ ആക്രമിച്ചു കഴിഞ്ഞേനെ. എന്നാൽ ഇത്തവണ ഗ്രെഗ് ഹഡ്സണും പീറ്റർ പാർക്കറും പതറിയില്ല. അവർ തങ്ങളെ ആക്രമിച്ച 4 ക്രൂരമൃഗങ്ങളെയും അടിച്ചു വീഴ്ത്തി. ഹോ, എന്തൊരു കരുത്ത്! അവയുടെ മുരൾച്ച കേട്ടില്ലേ? ഗ്രെഗ് അത് പറഞ്ഞു തീരും മുമ്പ് വലിയൊരു കൂട്ടം ചെന്നായ്ക്കൾ അവർക്ക് നേരെ പകയോടെ കുതിച്ചു ചാടി. പീറ്റർ പാർക്കർ ഒന്നുലയുന്നതും നിമിഷം കൊണ്ട് സമനില വീണ്ടെടുത്ത് ധീരമായ പ്രത്യാക്രമണം നടത്തുന്നതും ഗ്രെഗ് ഹഡ്സൺ കണ്ടു. എന്നാൽ ആ ഒരു നിമിഷം കൊണ്ട് ഒരു തടിയൻ ചെന്നായ അയാളുടെ വലതുകൾ കടിച്ചു മുറിക്കാൻ ചാടി വീണു. എന്നാൽ അസാമാന്യ സാമർഥ്യത്തോടെ അയാൾ അതിനെ ഒരു ഫുട്ബോൾ പോലെ തട്ടിത്തെറിപ്പിച്ചു. നിലത്ത് വീഴുന്നതിനിടയിൽ ആ ക്രൂരമൃഗം ദയനീയ ശബ്ദത്തിൽ വിലപിച്ചു. ആ നിമിഷം മുന്നോട്ടാഞ്ഞ് വടി വീശി പൊരുതുന്ന പീറ്റർ പാർക്കറെ ഒരു ഭയങ്കരൻ ചെന്നായ വലതുഭാഗത്ത് നിന്ന് ആക്രമിച്ചു. കുതിച്ചു ചാടിയ അതിൻ്റെ മുൻകാലുകളും ഭാരമുള്ള ശരീരവും പീറ്റർ പാർക്കറുടെ വലതു ചുമലിൽ പതിച്ചു. അയാളുടെ ചെവിയോ കഴുത്തോ ആയിരുന്നു അവൻ്റെ ലക്ഷ്യം. പീറ്റർ, കൊല്ലവനെ! ഗ്രെഗ് ആക്രോശിച്ചെങ്കിലും കാൽക്കൽ കടിച്ചു കീറാനെത്തിയ ചെന്നായ്ക്കളോട് പൊരുതിക്കൊണ്ടിരുന്ന പീറ്റർ പാർക്കർക്ക് ആ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. നിമിഷം കൊണ്ട് ഗ്രെഗ് ചങ്ങാതിയുടെ സഹായത്തിനെത്തി. ചങ്ങാതിയുടെ ചുമലിലിരുന്ന് കഴുത്തു കടിച്ചു മുറിക്കാൻ ശ്രമിക്കുന്ന ചെന്നായ ഗ്രെഗ് ഹഡ്സന്റെ അതിശക്തമായ അടിയേറ്റ് തലച്ചോർ തകർന്ന് ചത്തുവീണു. മറ്റ് ചെന്നായ്ക്കൾക്ക് ആ അവസരം ധാരാളം മതിയായിരുന്നു. അവ സംഘം ചേർന്ന് അവർക്കു നേരെ കുതിച്ചു ചാടി. അവയുടെ മുരൾച്ചയും കിതപ്പും അവരെ ഇപ്പോൾ പരിഭ്രാന്തരാക്കുക തന്നെ ചെയ്തു. നിലയുറപ്പിക്കാൻ പാടുപെട്ട പീറ്റർ പാർക്കർ ആ നിമിഷം ഒന്നുലഞ്ഞു. സ്വന്തം ശരീരം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ മഞ്ഞു വീണ പാറപ്പുറത്ത് നിന്ന് അയാളുടെ വലതുകാൽ തെന്നി നീങ്ങി. ബാലൻസ് നഷ്ടപ്പെട്ട പീറ്റർ പാർക്കർ കാൽ തെറ്റി താഴേക്ക് വീണു. ഇര വീണ് കിട്ടിയ ആഹ്ലാദ ശബ്ദം ചെന്നായ്ക്കൂട്ടത്തിൽ നിന്നുയർന്നു. അത് കണ്ട് പീറ്റർ പാർക്കർ എന്തു വേണമെന്നറിയാതെ അരനിമിഷം തരിച്ചു നിന്നു. സുഹൃത്തിൻ്റെ ശരീരം നിമിഷങ്ങൾക്കുള്ളിൽ ഛിന്നഭിന്നമാകും. ഭീകര ദൃശ്യങ്ങൾ ഗ്രെഗ് ഹഡ്സന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. എല്ലാം അവസാനിക്കുകയാണ്. എങ്കിലും മരിക്കുന്നുവെങ്കിൽ പൊരുതിയാവട്ടെ. പീറ്റർ, തോൽക്കരുത്, ഞാൻ ഇതാ വരുന്നു. വലത് കൈയിൽ നിറതോക്കുമായി ഗ്രെഗ് ഹഡ്സൺ പാറപ്പുറത്തുനിന്നും ചെന്നായ്ക്കൾക്കിടയിലേക്ക് കുതിച്ചു ചാടി. അവർ അവസാന പോരാട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു.